സ്വാതി, നമസ്കാരം. നമസ്തേ. ഏതായാലും നമ്മൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് സ്വാതി ബാലചന്ദ്രൻ എന്ന് പറയുന്ന യാത്രികനെ, അപ്പോൾ നമ്മളൊരാളുടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ യാത്രകൾ ചെയ്യുന്നു, കൂടുതലും കൈലാസവുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യുന്നു. ഇങ്ങനെയാണ് സ്വാതി നമ്മൾ പരിചയപ്പെടുമ്പോൾ ആദ്യം എന്നോട് പറയുന്നത്. അപ്പോൾ കൈലാസങ്ങളോട് ഇത്ര ഒരു കമ്പം തോന്നാത്ത കാര്യം, കൈലാസപ്രിയൻ എന്നൊക്കെ പറയുന്ന പോലെ? അത് ഞാൻ കുഞ്ഞിലെ മുതലേ കേട്ട് വളർന്നത് മുഴുവനും കൂടുതലും മഹാദേവന്റെ കഥകളും ഒക്കെ ആണല്ലോ. ശിവനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം തേടിപ്പോയതാ. ഭഗവാൻ ഇരിക്കുന്നിടത്തുനിന്ന് പോകാം, അവിടെ ഒന്ന് പോയി കാണണം, ആരോഗ്യമുള്ളപ്പം പെട്ടെന്ന് കാണണം. അത് പ്രധാനപ്പെട്ട കാര്യം, ആരോഗ്യം ഉള്ളപ്പോഴേ പറ്റൂ. കല്യാണത്തിനൊക്കെ മുമ്പ് അതുകൊണ്ടാണ് പോയത്. ഒബ്ലിഗേഷൻസ് പാടില്ലല്ലോ, കടപ്പാടുകളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്ന് പോയി കണ്ടിട്ട് വരാം പറ്റിയെങ്കിൽ എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഇന്നർക്കോറ ഒത്തിരി വർഷങ്ങൾ കൊണ്ട്. ഇന്റർകോർ വിവാഹത്തിന് മുമ്പാ പോയത്? അതെ. അല്ല, ഇന്നർക്കോറ ഫസ്റ്റ് പോകുന്ന വിവാഹം കഴിഞ്ഞ ആദ്യ ഒരു വർഷത്തിനുള്ളിൽ തന്നെ. ശരി. പക്ഷെ അപ്പോഴാണ് സാഹചര്യം കിട്ടിയത്. അതിന് മുന്നത്തെ വർഷം എനിക്ക് അനുമതി കിട്ടിയില്ല. ഇന്റർകോറയ്ക്ക് ബുക്ക് ചെയ്തിരുന്നു, പക്ഷെ എനിക്ക് അനുമതി കിട്ടിയില്ല. പിന്നെയാണ് സാഹചര്യം വന്നത്. അത് ഈ പഞ്ചകൈലാസ പരിക്രമണം നടത്തിയല്ലേ? ഇത് ഈ പഞ്ചകൈലാസ പരിക്രമണം, അതിനകത്ത് കൈലാസം ഉൾപ്പെടെയാണല്ലോ അത് 5 പറയുന്നത്. ഈ 5 ഈ 5 കൈലാസം എന്നുള്ള കൺസെപ്റ്റിന്റെ പിന്നിലെ കഥ എന്താ? ഇത് പൂർണ്ണമായിട്ടും ഹിന്ദു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരിക. മറ്റേതെന്ന് പറഞ്ഞാൽ കൈലാസ മാനസരോവരം എന്ന് പറഞ്ഞാൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ബോൺ മതക്കാരുടെയും എല്ലാത്തിൻ്റെയും ഒരു പാൻ ഏഷ്യൻ ഒരു പോയിന്റാണ്. ആക്സിസ് മുണ്ടി എന്നാണല്ലോ നമ്മൾ കൈലാസനെ പറഞ്ഞാൽ. ഭൂമിധ്യ രേഖയിലാണ്, ഇക്വറ്റോറിയൽ സെൻട്രലാണ്, ആ ലൈനിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജൈനിസത്തിൽ പറയുന്ന ആക്സിസ് മുണ്ടി എന്നാണ് പറയുന്നത്. വെച്ചാൽ ഭൂമിയുടെ അച്ചുതണ്ട് നിലനിൽക്കുന്നത് കൈലാസ പർവ്വതത്തിന് തൊട്ട് താഴെ. അത് അവിടെ നിന്നാണ് ആ നിയന്ത്രണം വരുന്നതെന്നാണ്. ഭൂമിക്ക് മുഴുവൻ എനർജി പാസ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നിന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പം നമ്മൾ പഞ്ചകൈലാസങ്ങളെ കുറിച്ച് പറയുമ്പം ശിവൻ, മഹാദേവൻ എന്ന ദേവാദിദേവൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ക്രീച്ചേഴ്സ് പുറമേ എന്ന് വന്ന് നമ്മളുടെ നാട്ടിലേക്ക് വന്ന ഈ ഏലിയൻസിൻ്റെ നേതാവായിരുന്നു. അവർക്കുള്ളിൽ നമ്മൾ നല്ലവരും ചീത്തവരെ എന്നല്ല പറയുന്നത്. അവർക്ക് ഉള്ളിൽ ദേവതമാരുണ്ടായിരുന്നു, ലീഡേഴ്സ് ഉണ്ടായിരുന്നു, സെർവൻസ് ഉണ്ടായിരുന്നു, സോൾജിയേഴ്സ് ഉണ്ടായിരുന്നു. പല ഗ്രൂപ്പാണ് അവിടെ വന്നത്. അവർക്കും ആ ഹൈറാർക്കി പല രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് നമ്മളിന്ന് രാക്ഷസന്മാരെയൊക്കെ കാണുന്നത്. രാക്ഷസന്മാരും ഉണ്ടായിരുന്നു, ഭൂതഗണങ്ങൾ എന്നൊക്കെ പറയുന്നത്. അത് അവരുടെ കൂടെ തന്നെ പെട്ട പല പല വിഭാഗങ്ങളാണ് അവർ. അതുകൊണ്ട് ജൈജാൻറ്റിക് ആയിട്ടുള്ള മനുഷ്യരെ കുറിച്ച് നമ്മൾ പറയുന്നതാണല്ലോ ഇന്നത്തെ ഈ രാക്ഷസന്മാര്. അതെ, അവരും ഒക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തില്. അവരുടെയൊക്കെ റിമൈനിങ്സ് ഇന്ന് നമുക്ക് ഏരിയ 51 കൂടെ ഒരു സെന്റൻസ് പറയട്ടെ. അമേരിക്കയിലെ ഏരിയ, അതെ, നൊവാഡയിലുള്ള, അത് എന്താ പറയാ, ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ സ്ഥലങ്ങളിൽ ഒന്നാണെന്നാ പറയുന്നത്. അതെ, അത് പക്ഷെങ്കിൽ ഏരിയ 51 നമ്മൾ ലൗലോക്ക് കേവ്സ് എന്നാണ് അതിന് പറയുന്നത്. അതൊരു ഗ്രൂപ്പ് ഓഫ് ചേംബർ ആണ്. ഏകദേശം 300 യാർഡോളം ഭൂമിക്കടിയിൽ ഈ ചേമ്പേഴ്സ് ആണ്. അതൊരു കനേബിയൻ മനുഷ്യരെ തിന്നുന്ന കാനബലിസം ഉണ്ടല്ലോ, കാനിബലിസം. അങ്ങനെ മനുഷ്യരെ തിന്നുന്ന ഭക്ഷിക്കുന്ന നരഭോജികളുടെ ആവാസ മേഖലയായിരുന്നു അത്. അതിനുശേഷം അവിടെ എക്സ്കവേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് 15 മീറ്റർ വലിപ്പമുള്ള സ്കെൽട്ടൻസ്, അത് ഇന്ന് അമേരിക്കയിൽ മ്യൂസിയത്തിൽ, കാലിഫോർണിയയിൽ, ലോസ് ഏഞ്ചൽസിലും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 15 മീറ്റർ ഉയരമുള്ള സ്കെൽട്ടൻസ് മൊത്തം ഒരു മനുഷ്യന്റെ സ്കെൽട്ടൺ പൂർണ്ണമായിട്ടും 15 മീറ്റർ നീളവും 10 മീറ്റർ നീളമുള്ള സ്കെൽട്ടൻസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഈ ജൈജാൻറ്റിക് ആയിട്ടുള്ള 8 അടിയും 10 അടിക്കും ഇടയ്ക്കുള്ള ആയിരക്കണക്കിന് സ്കെൽട്ടൻസ് ആ ഏരിയയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ആ റീജിയൻ ക്ലോസ് ചെയ്യുന്നത്. ആ സ്റ്റഡിക്ക് വേണ്ടിയാണ്. അതിനുശേഷം പിന്നെ ഇപ്പം അവിടെ പാരാനോർമൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു, അമേരിക്കയുടെ രഹസ്യ മിലിറ്ററി സങ്കേതമാണ്. അതെ, അത്രേ ഉള്ളൂ. അത് പക്ഷേ ഇത്ര മാത്രം എന്താ പറയാ കോൺട്രാക്റ്റ് ആയിട്ടൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ പൊതുജനം നമുക്കറിയാൻ മേലാത്തതെല്ലാം നമുക്ക് ദുരൂഹമായിട്ട് കരുതപ്പെടുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ പഞ്ചകൈലാസത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യ കൈലാസം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ്. അപ്പം മഹാദേവൻ സതീദേവിയോടൊപ്പം ആദ്യത്തെ ജനത ഭൂമിയിൽ വന്നിറങ്ങിയത് അവിടെയാണെന്നാണ് പറയുന്നത്. അവിടുന്ന് കൈലാസ മാനസരോവറായിട്ട് ഏകദേശം 30 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഈ മാനസരോവർ തീരവും ആദി കൈലാസ തീരവും തമ്മിൽ 30 കിലോമീറ്റർ ഉള്ളൂ, വളരെ അടുത്താണ്. ഇപ്പം നമ്മൾ ആ വഴി ലബുലേക്ക് വഴിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ നേപ്പാൾ കൂടി ബോർഡർ
ലെവലൊക്കെ വഴി ഉണ്ടായിരുന്നല്ലോ, മുമ്പ് ആളുകൾ പോയിട്ടുണ്ടല്ലോ. ഇപ്പോഴും ഭാരത സർക്കാരിന്റെ നമ്മൾ പോകുന്ന ആ വഴിയാണ്. പക്ഷെ എന്നാൽ അത് ഒത്തിരി മൗണ്ടൻസ് ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ലാറ്ററലി നേരെ റേഡിയസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കൈലാസ പർവ്വതത്തിൽ നിന്ന് ആദി കൈലാസത്തിലേക്ക് ജസ്റ്റ് 30 കിലോമീറ്ററേ ഉള്ളൂ നേർരേഖയിൽ നോക്കുകയാണെങ്കിൽ. അത്ര അടുത്താണ്. അപ്പം ഈ ആദി കൈലാസത്തിൽ മഹാദേവൻ സതീദേവിയായിട്ട് വന്നു. അവിടെ ഒരു കുണ്ടുണ്ട്, 2 കുണ്ടുണ്ട്. ഒന്നൊരു പാർവതി കുണ്ടു എന്ന് പറയുന്ന കുണ്ട് ഉയരത്തിലുമുണ്ട്, കൈലാസ പർവ്വതത്തിന് തൊട്ട് താഴെ ഗൗരി കുണ്ടുമുണ്ട്. ഈ ഗൗരി കുണ്ടെന്ന് വെച്ചാൽ കൈലാസ പർവ്വതത്തിന് സ്പർശിച്ച് തൊട്ട് താഴെയാണ്. അവിടെ നമുക്ക് പോകാം. പ്രദക്ഷിണം ചെയ്യാൻ പറ്റത്തില്ല. ആ ഗൗരി കുണ്ടിൽ നിന്ന് നമുക്ക് പോയി നിന്ന് തൊട്ടടുത്ത് അത്രയും ഭംഗിയുള്ളൊരു കൈലാസം വേറെയില്ല. അത്ര മനോഹരമായ വെച്ചാൽ 2 സൈഡിലും ഫണങ്ങൾ വിടർത്തി നിൽക്കുന്ന ശേഷനാഗത്തെ പോലെ നിൽക്കുന്ന ഒരു മൗണ്ടൻ, അതിൻ്റെ നടുക്ക് കൈലാസം ഇങ്ങനെ ചെറിയ ഒരു കൂണ് പോലെ കാണാൻ പറ്റും. അത് വളരെ ഭംഗിയാണ്. ഉത്തരാഖണ്ഡില്ല. അപ്പൊ ശിവൻ വാസിച്ച സ്ഥലങ്ങളാണ് കൈലാസങ്ങൾ. അവിടേക്ക് സാധാരണ ആളുകൾക്കൊക്കെ പോവാം, എല്ലാവർക്കും പോവാം. ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഒരു ദുർഘടമായ യാത്രയാണോ? ഇത്രയും ദുർഘടമല്ല. നമ്മൾ ഈ 95% ആളുകൾ ആദി കൈലാസത്തിൽ പോകുന്നത് വണ്ടിയെ ചെന്ന് ഇറങ്ങിയിട്ട് 1.5 കിലോമീറ്റർ ഉയരത്തിൽ ഒരു മലയുടെ മുകളിൽ കയറി നിന്നാൽ കൈലാസമായിട്ട് പാരലായിട്ട് സമാന്തരത്തിൽ കാണാൻ പറ്റും. പക്ഷേ ഈ ഗൗരികുണ്ടിലേക്ക് പോകാന്ന് പറഞ്ഞാൽ കൈലാസ പർവ്വതം ലെഫ്റ്റ് സൈഡിലാണെങ്കിലും നമ്മൾ പോകുന്ന റൈറ്റ് സൈഡിൽ നിന്നിട്ടാണ് എല്ലാവരും കാണുക, ഒരു ഉയരത്തിൽ കയറി നിന്നിട്ടാണ്. പക്ഷേ ഈ കൈലാസ പർവ്വതത്തിലേക്ക് തന്നെ നടക്കുകയാണ്, ഉള്ളിലേക്ക് നടക്കുക. അത് ഈ പറഞ്ഞ പോലെ 2 പർവ്വതങ്ങളുടെ ഇടയ്ക്കുള്ള ഫീൽഡിൽ കൂടി ഓക്സിജൻ കുറഞ്ഞ മേഖലയിൽ കൂടി നടന്ന് ഏകദേശം ഒരു 12 കിലോമീറ്ററോളം നടക്കണം. അത്രയും നടന്നു കഴിയുമ്പോഴേ നമ്മൾ ഈ ഗൗരികുണ്ടിൽ എത്തുള്ളൂ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാം. സാധാരണക്കാർക്ക് ആരോഗ്യമുള്ള ആർക്കും പോയി വരാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പക്ഷെങ്കിൽ ഭഗവാൻ വസിച്ച സ്ഥലങ്ങളാണല്ലോ കൈലാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആദി കൈലാസത്തിൽ നിന്ന് മഹാദേവൻ നേരെ കൈലാസ മാനസരോവറിലേക്ക് പോകുന്ന ഒരു ടൈമിൽ ഇതിനുള്ളിലൊരു കൈലാസമുണ്ട്. അതെല്ലാവർക്കും അറിയില്ല. 6 കൈലാസം 7 കൈലാസം എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതൊക്കെ നമ്മൾ ഇട്ടത്. എത്ര കൈലാസങ്ങൾ അദ്ദേഹം എവിടെയെല്ലാം വസിച്ചു, എത്ര കാലം വസിച്ചു നമുക്ക് അളക്കാനോ എണ്ണ എടുക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെങ്കിൽ ഇന്നും അറിയാവുന്ന ഒരു കൈലാസം കൂടെ ഉണ്ട്. അത് ഒരു ഫോക്ക് സ്റ്റോറിയാണ്, ഒരു നാടോടി വിശ്വാസമാണ്. പക്ഷെങ്കിൽ ആ ജനത ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇൻഡോ ടിബറ്റൻ ബോർഡറിൽ ലിപ്പു എന്ന് പറയുന്നൊരു വില്ലേജ് ഉണ്ട്, സിപ്പു വില്ലേജ്. ഈ സിപ്പു വില്ലേജിൽ നിന്ന് ആദി കൈലാസത്തിലേക്ക് പോകുന്ന വഴിക്കാണ് മഹാദേവൻ അവിടെ നിന്നാണ് ലാസ്റ്റ് ആ ജനത ഇപ്പം നമ്മുടെ ഈ കിന്നരന്മാരും യക്ഷന്മാരും ഗന്ധർവന്മാരും എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ഭഗവാന്റെ കൂടെ വസിച്ച ആളുകളെ ലാസ്റ്റ് അവിടെ ഉപേക്ഷിച്ചിട്ട് അവരെ അവിടെ സെറ്റിൽമെൻറ്റ് നടത്തിയിട്ട് നേരെ ആദി കൈലാസത്തിലേക്ക് പോകാൻ. ഈ ആദി കൈലാസത്തിൻ്റെയും ഈ ലാസ്റ്റ് സിപ്പു വില്ലേജിൻ്റെയും നടുക്കായിട്ട് വലത്ത് സൈഡിൽ മുകളിൽ വലിയൊരു പർവ്വതം തുരന്ന് തന്നെ ഒരു ഗുഹ ഉണ്ടാക്കിയേക്കുക. അവിടെ മഹാദേവൻ വർഷങ്ങളോളം വസിച്ചു എന്നാണ് പറയുന്നത്. അതും സതീദേവി എന്ന് വെച്ചാൽ ഈ സതീദേവിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനുഷ്യനുമായിട്ട് അവർ കലർന്ന് മനുഷ്യരിൽ കൂടി ജനറേഷൻസ് വരുന്നതിന് മുമ്പ് അവരിൽ നിന്ന് വന്ന ഒരാളാണ് സതി. എന്നുവെച്ചാൽ അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു ആ ദേവത. അപ്പോൾ ആ ദേവതയുടെ സ്ഥാനം വളരെ ഉയരത്തിലുമാണ്. പക്ഷെ കുറച്ച് നാളെ അവർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ കഥകളും ഈ 50,000 65,000 വർഷത്തെ കഥകളൊക്കെ നമ്മൾ മെനഞ്ഞു വരുമ്പം എന്തെല്ലാം വ്യത്യാസങ്ങൾ, അത് മൊത്തവും നമ്മുടേതായ കാൽപ്പനിക സ്വഭാവത്തിൽ നമ്മുടെ ഭാവനയിലാണ്. പക്ഷെങ്കിൽ ആ ഒരു ജനതയുടെ ആദിമ ദേവതയുടെ കൂടെ ഭഗവാൻ വസിച്ച സ്ഥലമാണ് ഈ ആദി കൈലാസവും. അതുപോലെ തന്നെ സിപ്പു വില്ലേജിൽ നിന്ന് പോകുമ്പം ശിവഗുഹ എന്നാണ് അതിന് ശിവ കേവ് ആണ്. അവിടെ നമുക്ക് പോകാം. ആദി കൈലാസം പോകുന്നവർക്ക് വളരെ ദുർഘടമാണ്. ഇന്ന് പോയാൽ നാളത്തേക്കൊക്കെ തിരിച്ചു വരൽ നടക്കുള്ളൂ. ഒരു 24 മണിക്കൂർ അടുത്ത് നടക്കാനുണ്ട് ഈ ശിവഗുഹയിലൊക്കെ. അങ്ങനെ അതും പോയി കാണാൻ പറ്റും. അതാണ് ഈ ആദി കൈലാസത്തിന്റെ പ്രത്യേകത. പിന്നെ ഉള്ളത് കിന്നര കൈലാസം ആണ്. കിന്നർ വാലിയിൽ ഹിമാചൽ പ്രദേശിലാണ്. നമ്മൾ കിന്നരന്മാർ എന്ന് പറയുന്ന ഒരു ജാതി, ഒരു സമുദായം പോലും ഉണ്ടല്ലേ? അതെ, ഭഗവാന്റെ നാമത്തിലുള്ള അന്നത്തെ നമ്മുടെ പറയുന്ന കിന്നരന്മാർ പ്രൊട്ടക്ടേഴ്സ് ആയിരുന്നു, ഭഗവാന്റെ വാരിയേഴ്സ് ആയിരുന്നു. പൊക്കത്തിൽ ഉയരം കുറഞ്ഞ് എന്തിനും ഭഗവാന് കൂടെ നിൽക്കുന്ന. ചീഫ് പറഞ്ഞതുപോലെ ആ ദേവത പോയതിന് ശേഷം ഭഗവാൻ വലിയ വിഷമത്തിലായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ഈ യക്ഷന്മാരും കിന്നരന്മാരും ഒക്കെയാണ് ഭഗവാന്റെ പ്രൊട്ടക്ടേഴ്സ് ആയിട്ട്. അങ്ങനെയാണ് മഹാദേവൻ ധ്യാനാവസ്ഥയിൽ കിന്നര കൈലാസത്തിന്റെ ഉച്ചസ്ഥായിലാണ് ഇരിക്കുക. പക്ഷെ കിന്നറിന് വേറൊരു അർത്ഥമുണ്ട്. ആ പേര് അങ്ങനെ വരാൻ കിന്നരന്മാർ ജീവിച്ചിരുന്ന വാലിയാണ്. അവർ ഇന്ന് ആ ഒരു ജനത അവിടെ ഉണ്ട് താനും. അതുപോലെ കിന്നർ എന്ന് പറഞ്ഞാൽ അർദ്ധനാരീശ്വര സങ്കല്പമാണ്. കിന്നർ എന്ന ഹിന്ദിയിലെ വാക്കിന്റെ അർത്ഥം അർദ്ധനാരീശ്വരൻ എന്നാണ്. അപ്പം ഭഗവാന്റെ അർദ്ധനാരീശ്വര സങ്കല്പമാണ്. അതെന്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ പാർവതി എന്ന ദേവതയെ കല്യാണം കഴിച്ചതിന് ശേഷം അവർ ആദ്യമായി
ഒത്തൊരുമിച്ച് ജീവിച്ച സ്ഥലവും കിന്നർ റീജിയനാണ്. അപ്പോൾ ഇപ്പോഴും കിന്നർ കൈലാസത്തിലെ ആ ഒരു ശിവലിംഗം ഒരു 90 അടിയുള്ള ഒരു കല്ലാണ്. ആ ശില ഇന്ന് ഒരു ദിവസം 3 പ്രാവശ്യം 3 കളറിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. 3 കളറാവും. രാവിലെ മഞ്ഞയായിട്ടും ഉച്ചയ്ക്ക് നല്ല വെളുത്തതായിട്ടും വൈകിട്ട് ചുമന്ന കളറിലും ആ കല്ല് കാണാം. ശരിക്കും ഞാൻ പോയി തൊട്ട് നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുള്ളതല്ലേ. അപ്പം ആ കല്ല് ഒരു ദിവസം 3 അതെങ്ങനെ സൺലൈറ്റിന്റെ ആണോ ആ കല്ലിന് എന്തെങ്കിലും പവർ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെയൊക്കെ ഇങ്ങനെ ഇല്ലാത്തത് അറിയാൻ മേലെന്ന് പക്ഷേ എങ്കിൽ അത് ഒരു അത്ഭുതം പോലെ കാണാൻ പറ്റും. ഒരു സാന്നിധ്യമാണ് എന്തിന്റെയോ. ഓർത്തത് നമ്മൾ ഈ കൈലാസത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മലയുടെ മുകളിൽ ഓം പർവ്വതം എന്നൊരു പർവ്വതമുണ്ട്. ഓം ഇങ്ങനെ അതുകൊണ്ട് എഴുതിയിരിക്കുന്ന പോലെ. അത് ആദി കൈലാസത്തില നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരാഖണ്ഡിലെ ആദി കൈലാസത്തിൽ നിന്ന് നമ്മൾ കാലാപ്പാനി എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. കാലാപ്പാനിയുടെ പ്രത്യേകത വ്യാസം ഭഗവാൻ അവിടെയാണ് തപസ് ചെയ്തതും ഈ ഭദ്രകാളി എന്ന ആ ഒരു മാനിഫെസ്റ്റേഷൻ, ആ ദേവതയുടെ മാനിഫെസ്റ്റേഷൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ഒരേ ഒരു സ്ഥലം, അവതാരം എടുത്തു നമ്മൾ പറയത്തില്ല, അവതരിച്ച ഒരേ ഒരു സ്ഥലം കാലാപാനിയിലാണ്. ആ വ്യാസഗുഹയുടെ അവിടെയാണ് വ്യാസൻ തപസ്സനുഷ്ഠിക്കുന്നത്. അവിടുന്ന് നേരെ മുകളിലേക്ക് ഒരു 20 കിലോമീറ്റർ 25 കിലോമീറ്റർ പോകുമ്പോഴാണ് ഈ ഓം പർവ്വതം കാണുക. ഈ ഓം പർവ്വതം എന്ന് പറയുന്നത് ആദി കൈലാസത്തിൻ്റെയും കൈലാസ മാനസരോവറിൻ്റെ ഇടയ്ക്കുള്ള ഒരു പർവ്വത നിരകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതം. ആ സൈൻ അത് പ്രപഞ്ചോൽപത്തിയോടും പഴക്കമുള്ളതാണ്. ഓം എഴുതിയിരിക്കുന്നത് അതിൽ നിന്നാണ് നമ്മൾ ബോൺ മതത്തിലെ സ്വസ്തികയുടെ കാര്യം പറഞ്ഞ പോലെ, സ്വസ്തിക് സിംബലിന്റെ കാര്യം പറഞ്ഞ പോലെ, ഈ സൈൻ നമുക്ക് ഓം എന്ന ആ ഓംകാരത്തിന് നമ്മൾ എഴുതാൻ വേണ്ടി നമുക്കത് ആ സൈനിനെ നമ്മൾ കോപ്പി ചെയ്തിട്ടാണ് ഓമിന്. അത് വലിയ അത്ഭുതമാണ്. മലയുടെ മുകളിൽ തനിയെ ഓം തെളിഞ്ഞു വരും. അത് നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത് എന്താ അറിയട്ടെ, ആ ഒരു സൈൻ കണ്ടിട്ടാണ് നമ്മൾ ഓം ഉണ്ടാക്കിയത്. അതെ, അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ അത്ഭുതപ്പെടണ്ട. ആ ജനത അവരുടെ സ്റ്റാമ്പായിട്ടാണ് പറയുന്നത്. അവരുടെ നമ്മൾ സീല് സ്റ്റാമ്പ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ അവരുടെ ഒരു സ്റ്റാമ്പ് മുദ്രയായിരുന്നു ഈ ഓം എന്നുള്ള ആ ഒരു ഷേപ്പ്. അതാണ് അവർ ആ പർവ്വതത്തിൽ ഇപ്പോഴും റിമെയിൻ ചെയ്ത് നിലനിർത്തിയിട്ട് പോയത്. അത് ഇന്നും അവിടെ ചെന്നാൽ നമുക്ക് അതുകൊണ്ടാണ് ആ ഓം കാണുന്നതും. പിന്നീടുള്ള ജനത ആ ഓം നമ്മുടെ ഒഫീഷ്യൽ മന്ത്രമായിട്ട് സ്വീകരിച്ച് ഓം എന്നുള്ളത് ആ റിട്ടേൺ ചെയ്ത് എഴുതുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ ഈ ഒരു രീതിയിൽ അത് നോക്കുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. പക്ഷെ നമുക്കത് കിട്ടിയത് ആ ഓം പർവ്വതത്തിൽ നിന്നാണ്. അല്ല, ഞാൻ അത്ഭുതം എന്ന് പറഞ്ഞത് ഇത് മഞ്ഞുകൊണ്ടാണ് ഈ ഓം തെളിഞ്ഞു വരുന്നത്. എല്ലാ ദിവസവും ഓം എന്ന രീതിയിൽ തന്നെ മഞ്ഞിൽ തെളിഞ്ഞു വരുന്നു. അതൊരു അത്ഭുതമാണ്. അതെ. അടുത്തത് ഇത് ആദി കൈലാസം കഴിഞ്ഞാൽ പിന്നെ കിന്നർ കൈലാസം, പിന്നെ അടുത്തത് അതിന് നേരെ എതിർവശി കിന്നർ കൈലാസത്തിൽ നിന്നാൽ നമുക്ക് ശ്രീകണ്ഠ കൈലാസം. അതെ. അപ്പൊ ഈ ശ്രീകണ്ഠ കൈലാസം എന്ന് പറയുന്നത് നമ്മൾ ഇതിനൊക്കെ കഥകൾ പറയാൻ പോവാണെങ്കിൽ അത് എത്രമാത്രം അത് യോജിക്കുന്ന പറയത്തില്ല. പക്ഷേ ഒരു അത്ഭുതം എന്ന് പറയാം. ഈ ശ്രീകണ്ഠ കൈലാസം ഒക്കെ നമ്മളൊന്ന് റീച്ച് ചെയ്താൽ അതിന് മുകളിലൊക്കെ ചെന്ന് നിന്നാലുണ്ടല്ലോ, നമ്മൾ സ്വയം പ്രകൃതിയെ എന്തൊക്കെയോ നേടി, അല്ലെ നമ്മുടെ അഹങ്കാരം മുഴുവൻ ഞാനെന്നുള്ള ഭാവമൊക്കെ നശിച്ചു നമ്മളങ്ങ് സറണ്ടർ ആവത്തില്ലേ. ഒരു മനുഷ്യൻ എത്രമാത്രം ഒരാളുടെ മുമ്പിൽ പൂർണ്ണമായിട്ട് സറണ്ടർ ആകാൻ പറ്റുമോ, പ്രകൃതിയുടെ മുമ്പിൽ എത്തിപ്പെടുന്ന അവസാനത്തെ അതിന് മുകളിലൊന്നുമില്ല. അത്രമാത്രം ബുദ്ധിമുട്ടുള്ളൊരു യാത്രയാണ്. മുകളിൽ എത്തിപ്പെടുക അതികഠിനം. ഒരാളെ കൊണ്ട് നടക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, അത്ര കഠിനമായ യാത്രയാണ്. 23 മണിക്കൂർ അടുത്ത് ഇന്ന് രാത്രി തുടങ്ങിയാൽ നാളെ രാത്രി വരെ ഒരു മല കയറി അങ്ങ് ഇറങ്ങുകയാണ്. ഒന്നുമില്ലാതെ ഈ കഴിക്കാൻ കയ്യിൽ കരുതുന്ന എന്തോ അതുമായിട്ട് അങ്ങ് കയറി പോവാണ്. അത് അതികഠിനമായ ഒരു യാത്ര. ആ ശ്രീകണ്ഠ കൈലാസം പർവ്വതത്തിന് നമ്മൾ ചെല്ലുന്ന കൈലാസത്തിൻ്റെ പുറകിലാണ്. എല്ലാവരും അവിടെ ചെന്നിട്ട് പോകും. പക്ഷെ ആ കൈലാസം പരിക്രമണം ചെയ്യാൻ പറ്റും. അതിന് താഴെ കൂടി ഒരു വഴിയുണ്ട്. അത് പർവ്വതത്തിൽ ഒട്ടിപ്പിടിച്ച് നടന്ന് ഇങ്ങനെ അള്ളി പിടിച്ചതിനെ പോകണം. അല്ലെങ്കിൽ താഴേക്ക് കൊക്കയെന്ന് വെച്ചാൽ 21,000 അടി മുകളിലുള്ളൊരു പർവ്വതത്തിൻ്റെ താഴേക്കുള്ള ഒറ്റ കൊക്ക തന്നെ ഏകദേശം ഒരു 5,000 അടി. അത്രയും ആ ഒരു പാത്തിൽ കൂടി ഈ പർവ്വതത്തെ കെട്ടിപ്പിടിച്ച് നമുക്ക് പുറകിൽ ചെന്നാൽ അതിൻ്റെ ഫ്രണ്ടിൽ ചെല്ലാൻ പറ്റും. അവിടെ ശിക്കാർ ഉദയസ്ഥാൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഈ കൈലാസത്തിൽ ഈ ഭഗവാൻ അവിടെയാണ് വസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയ ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കുള്ളിലും നേരെ ഓപ്പോസിറ്റ് സൈഡ് ഫ്രണ്ട് സൈഡിൽ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴിയുണ്ട്, ആ ഗുഹയുണ്ട്. അതിനുള്ളിൽ ഒത്തിരി യോഗിവര്യന്മാർ തപസ്സിരുന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. അത് ചെയ്തു അല്ലേ? പരിക്രമണം നമുക്ക് ചെയ്യാം. പോയി ചെയ്തു. അപ്പോൾ അതിന് മൊത്തത്തിൽ 3 സൈഡും കവർ ചെയ്ത് പരിക്രമ ചെയ്യാം. 4ാമത്തെ സൈഡ് ക്ലിഫാണ്, കുഴിയാണ്. അതുകൊണ്ട് അവിടെ ഇറങ്ങാൻ പറ്റില്ല. 3 സൈഡിലൂടെ പോയി കണ്ട് ഈ ഗുഹ ഉണ്ടെന്ന് പറയുന്നത് നേരിട്ട് പോയി കാണാൻ പറ്റും. നമ്മൾ ഈ ഓഫ് സീസണിൽ പോകണം. ജൂൺ ജൂലൈ മഴയാണ്, മെയ് മാസം തണുപ്പാണ്, അവർ അലോ ചെയ്യത്തില്ല. പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ ടൈമിൽ പോയാൽ ഇത് നല്ല ടൈമാണ് നമ്മൾ സംസാരിക്കുന്ന. അതെ, ചൂടാണ് അവിടെ, വെയിൽ ഏകദേശം ഈ ഒരു മാസം മാത്രമേ അവിടെ ശ്രീകണ്ഠ കൈലാസത്തിൽ
വെയിലുള്ളൂ, ബാക്കി എല്ലാ സമയം ഫോഗിലും മൂടിയാ നിൽക്കുക. അപ്പോൾ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ അവിടെ കാണാം. ഈ ഒത്തിരി അവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചേട്ടാ, നമ്മുടെ ഈ 400-500 എന്നൊക്കെ കണക്ക് വരുന്നത് വെച്ചാൽ അതുപോലെ ജനറേഷൻസ് കണ്ട ഒരേ രീതിയിലുള്ള ഒരു മനുഷ്യരവിടെ ജീവിക്കുന്നു. അവരൊക്കെ യോഗികൾ എന്ന് പറയുന്നത്. അവർക്ക് ഭക്ഷണം എവിടുന്ന്, അവർ സൂര്യനിൽ നിന്നാണ് ഊർജ്ജം സ്വീകരിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ജീവിക്കുന്ന അവർക്ക് എന്താണ് അവരവിടെ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് അവരുടെ ജീവിതം, അതൊക്കെ നമുക്കൊരു അത്ഭുതമാണ്. ഭയങ്കര നമുക്ക് ഉത്തരം കിട്ടത്തില്ല. അത് ആരെങ്കിലും കൊണ്ട് കൊടുക്കുകയാണ്, അവരെങ്ങനെ നിലനിന്ന് പോകുന്നു, അതിലൊക്കെ പുറമെ അവരെങ്ങനെ ഈ തണുപ്പിനെ പ്രതിരോധിക്കുന്നു പച്ചയായ ശരീരം കൊണ്ട്, അതൊക്കെ നമുക്ക് അത്ഭുതം. അങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങളല്ലാതെ ഞാൻ വേറൊന്നും അങ്ങനെയുള്ള മാഹികമായ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് അവിടുത്തെ ഞാൻ കണ്ട അത്ഭുതം. അടുത്തത് പിന്നെ മണിമഹേഷ് കൈലാസമാണ്. അത് ഹിമാചലിൽ തന്നെയാണ്. ഏകദേശം ഒരു 14,000 അടി ഉയരത്തിലേ ഉള്ളൂ. അത് സ്ഥിരമായി ആളുകൾ പോകുന്നതാണ്. അതിന് നമ്മളുടെ കഥകളിൽ പറയുകയാണെങ്കിൽ വസന്തകാലത്ത് ഭഗവാനും ദേവിയും കൂടെ ഒന്നിച്ച് സന്തോഷിച്ചു. പക്ഷെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ മണിമഹേഷ് കൈലാസമാണ് നമുക്ക് നേരിട്ട് കണ്ടാൽ ഏറ്റവും അത്ഭുതം തോന്നേണ്ട കാര്യം. പക്ഷെ അതാർക്കും അറിയില്ല. ഈ മണിമഹേഷ് കൈലാസം ഒരു തടാകത്തിന് എല്ലാ കൈലാസത്തിലും തടാകങ്ങളുണ്ട്. കിന്നര കൈലാസത്തിലെ തടാകം മൂടിപ്പോയി, പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല, ഇടിഞ്ഞു പോയി, മൂടിപ്പോയത്. അപ്പോൾ ഈ മണിമഹേഷ് തടാകത്തിൻ്റെ നേരെ മറുകരയിലാണ് കൈലാസം. അപ്പോൾ അങ്ങോട്ടേക്ക് ആളുകൾക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് പോകാം. ലോക്കലി ഉള്ള പെർമിഷൻ എടുത്തിട്ട് മണിമഹേഷ് കൈലാസത്തിൽ കമൽകുണ്ട് എന്ന് പറയുന്നൊരു കുണ്ടുണ്ട്. അത് ഈ പർവ്വതത്തിന് തൊട്ട് താഴെയാണ്. ഈ കമലകുണ്ടിൽ പോയി നിന്നാൽ കൈലാസ പർവ്വതം തൊട്ടടുത്ത് കാണാം. അല്ലെങ്കിൽ ഒരു തടാകത്തിന് ദൂരെ അപ്പുറത്തേ കാണത്തുള്ളൂ. ഇത് ഒരു 7 മണിക്കൂർ ടു ആൻഡ് ഫ്രോ ദൂരമുണ്ട്. അങ്ങനെ പോയി കമലകുണ്ടിൽ പോയി കഴിഞ്ഞാൽ കൈലാസ പർവ്വതം തൊട്ടടുത്ത് കാണാം. പിന്നെ നമുക്കതിൻ്റെ അത്ഭുതം അതൊന്നുമല്ല. ഈ മണിമഹേഷ് കൈലാസത്തിൻ്റെ ഏത് പടം എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം. അതൊരു ട്രയാങ്കിളാണ് മൗണ്ടിൻ്റെ പടം. അതിന് നടുക്കൊരു കറുത്ത കല്ല്, ഒരു പൊട്ട് നമ്മൾ തൊട്ടേക്കുന്ന പോലെ ഒരു കറുത്ത കല്ല്. ഏത് മാസവും വർഷത്തിൽ മുഴുവൻ എത്ര കൊടും ശൈത്യമാണ്, ഈ കല്ല് ചൂടായിട്ടിരിക്കുക, പഴുത്തിരിക്കുക. ഇതിന് പുറമെ മഞ്ഞ് പിടിക്കില്ല, അതിലെന്ത് വീണായിട്ട് അലുത്ത് പോകും. അത്ര തിളച്ചു മറിയുന്ന ഹോട്ടായിട്ടുള്ളൊരു കല്ലാണ്. ഒരു വട്ടത്തിലായിരിക്കുന്ന ഒരു ബോൾ മാതിരി. നമ്മൾ ഈ ഷോർട്ട് പുട്ടിനൊക്കെ അറിയുന്ന ബോൾ മാതിരി അത്രയും വലിപ്പത്തിൽ നമുക്ക് ദൂരെ നിന്ന് കാണത്തുള്ളൂ. വലിയൊരു ആനയുടെ കാളും വലിപ്പമുള്ള ഒരു കല്ലായിരിക്കാം. ദൂരെ നിന്നല്ലേ കാണുക, അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല അല്ലേ? ഇല്ല, അത് ഉയരത്തിലാ. നമ്മൾ ഒരു പൊട്ട് തൊട്ടേക്കുന്നല്ല, അതിന് മുകളിൽ നോക്കുമ്പോൾ അങ്ങനെ കാണാൻ പറ്റും. പക്ഷേ അതിൽ മഞ്ഞ് വീഴത്തില്ല. ഒരു മൊത്തത്തിലൊരു പർവ്വതമല്ലേ, ആ പർവ്വതത്തിൽ ഒരു വട്ടത്തിൽ ഒരു മുനമ്പ്, ഒരു കല്ലിങ്ങനെ നീണ്ടു നിൽക്കുക. അതിൽ മഞ്ഞ് പിടിക്കുക, അത് ചൂടായിട്ടിരിക്കുക. ഒരിക്കലും അതിൽ മഞ്ഞ് പിടിക്കത്തില്ല. നമ്മൾ അത് ഏത് സമയത്ത് നമുക്കിപ്പം നിലവിൽ കണ്ട് മനസ്സിലാക്കാനാണെങ്കിൽ, ആ ക്യൂരിയോസിറ്റി കൊണ്ട് നമുക്ക് നോക്കാനാണെങ്കിൽ ഗൂഗിളിലുള്ള എല്ലാ ഫോട്ടോസും എടുത്ത് നോക്കിക്കോ, അല്ലെങ്കിൽ പോയവരോട് ചോദിച്ചോ, ആ ഒരു കല്ല് എപ്പോഴും കറുത്തതായി ചൂടായിട്ട് നിൽക്കുക. ഭഗവാന്റെ സാന്നിധ്യം അതെന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ ഈ ഒരു പവറാണ്, സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ നേച്ചറിൻ്റെ ഓരോരോ പവേഴ്സ് അവിടെ നമുക്കിങ്ങനെ ദൃഷ്ടാന്തം ഇങ്ങനെ കാട്ടിത്തന്നുകൊണ്ടിരിക്കുക. അതൊക്കെയാണ് ഈ കൈലാസത്തിലെ അത്ഭുതങ്ങൾ. അവിടെ ചെന്നിട്ട് ശിവനെയും ദേവിയെയും കണ്ടില്ലെന്നും അവരെ തപ്പി നടക്കുമെന്നും അല്ല. ആ പ്രകൃതിയുടെ വണ്ടേഴ്സും നമ്മുടെ ഈ മിത്തോളജി ആയിട്ട് എങ്ങനെ അത് കണക്റ്റ് ആകുന്നു, അവിടെയൊക്കെ അതൊക്കെ എനർജി പോയിന്റ്സ് ആണ്. അങ്ങനെ പ്രകൃതി നമ്മളിൽ കൂടി ഇങ്ങനെ അങ്ങ് ജീവിച്ച് തീർക്കുക. നമ്മൾ ഏതായാലും സ്വാതിയുടെ കൂടെ ഈ 3 എപ്പിസോഡുകൾ ഇരുന്നപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ വേറെ ഏതോ ലോകത്താണ്. എനിക്ക് തോന്നുന്നു മനസ്സുകൊണ്ട് ഈ കൈലാസ പരിക്രമണം ഞാൻ നടത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ മുമ്പ് കൈലാസത്തെക്കുറിച്ച് 2 വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ മധുസൂദന മേനോൻ്റെ ചില യാത്രാനുഭവങ്ങൾ. അന്ന് ഒരുപാട് ആളുകൾ വരികയും കൈലാസ യാത്രയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെ പോകാം എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. പക്ഷേ ആഗ്രഹിച്ചാലും പോകാൻ കഴിയാത്ത ആളുകളുണ്ട്. അവർക്ക് ഒരു പക്ഷേ ഈ അനുഭവങ്ങൾ കേട്ടറിഞ്ഞുള്ളത് ഒരു യാത്രയുടെ ഫലം ചെയ്യും. എല്ലാം പുണ്യമാണ്. ഭഗവാനെ ഓർമ്മിക്കുന്നതും പുണ്യമാണ്, ഭഗവാനെ കാണുന്നതും പുണ്യമാണ്. ഞങ്ങളുടെ വൈക്കത്തുകാർ പറയും, വൈക്കത്തമ്പലത്തിൽ അന്നദാനം നടത്തുന്നതും ഭഗവാൻ ഇഷ്ടമാണ്, അന്നദാനം കഴിക്കുന്നതും ഭഗവാൻ ഇഷ്ടമാണ്. അന്നദാന പ്രഭുവാണ് വൈക്കത്തമ്പലം. അതുപോലെയാണ് ഭഗവാന്റെ കാര്യം. ഭഗവാനെ സംബന്ധിച്ച് ഭഗവാനെ ചെന്നു കാണാൻ കഴിയുന്നവർക്ക്, ആ സവിധത്തിൽ എത്താൻ ഭഗവാൻ നിശ്ചയിക്കുന്ന ആളുകൾക്ക് കഴിയുള്ളൂ. പക്ഷേ അത് അവിടെ എത്താൻ പറ്റാത്തവർക്ക് ഭഗവാന്റെ അവദാനങ്ങൾ ഇങ്ങനെ കേൾക്കാം. ഇത് നമ്മൾ മിത്തും കെട്ടുകഥയൊന്നും അല്ലല്ലോ. നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് കൈലാസങ്ങൾ. അപ്പോൾ അതിലേക്കുള്ള യാത്രയുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. ഈ യാത്ര നമ്മൾ തുടരുകയാണ്. എനിക്ക് തോന്നുന്നത് എനിക്ക് സ്വാതിയായിട്ട് സംസാരിക്കേണ്ടത്, സ്വാതി എന്ന യാത്രികൻ പ്രേക്ഷകരുടെ അറിവിലേക്കാണ്. അദ്ദേഹം ഈ കൈലാസ യാത്ര മാത്രമല്ല നടത്തിയിട്ടുള്ളത്. ഞാൻ സ്വാതിയെ ചോദിക്കുമ്പോൾ സ്വാതിയെ എങ്ങനെ പ്രേക്ഷകരോട് അവതരിപ്പിക്കണമെന്ന് ചോദിച്ചപ്പോൾ സ്വാതി എന്നോട് പറഞ്ഞത് ഒരു യാത്രികൻ എന്ന് പറഞ്ഞാൽ, യാത്രക്കാരൻ, ട്രാവലർ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ സ്വാതി യാത്ര ചെയ്ത വേറെ ചില ഭൂമികളുണ്ട് പ്രേക്ഷകരെ. അതായത്
നമ്മൾ ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് പറയുന്നു. ഇപ്പോൾ ഗണപതി ഭഗവാൻ ഇതൊക്കെ മിത്താണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഭഗവാൻ ജനിച്ച സ്ഥലം, ഭഗവാൻ ജീവിച്ച സ്ഥലം, ഭഗവാനുമായി ബന്ധപ്പെട്ട ഇന്നും ശേഷിക്കുന്ന അവശേഷിപ്പുകൾ ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. മലയാളികൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. വൃന്ദാവനമുണ്ട് അല്ലേ? വൃന്ദാവനമുണ്ട്, ഭഗവാൻ ജനിക്കുന്ന സമയത്ത് കിടന്ന കാരാഗ്രഹമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അത് കഥയല്ല, ഇതൊക്കെ പോയി കണ്ട. പക്ഷേ കേരളത്തിൽ നിന്ന് എത്ര പേർ പോയിട്ടുണ്ടെന്ന് അറിയില്ല, പോയിട്ടുള്ളവരുണ്ടാവും. പക്ഷേ കേരളത്തിൽ അറിയില്ല ഭഗവാൻ കൃഷ്ണൻ്റെ ആ ലീലകളാടിയ ഒത്തിരി ഗുഹ്യമായ സ്ഥലങ്ങൾ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മുടെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ സ്വാതി ഈ ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ള പുരാണങ്ങളാണെന്നും മാത്രം ധരിച്ചിട്ടുള്ള ആ സ്ഥലങ്ങളെക്കുറിച്ച്, അവിടെയൊക്കെ സ്വാതി പോയിട്ടുണ്ടല്ലേ? അതെ, ഞാൻ അവിടെ ദീക്ഷിതനാണ്. അവിടെ ദീക്ഷ എടുത്ത ആളാണ് അവിടെ അല്ലേ? അപ്പോൾ ഇതൊരു വലിയ അനുഭവമാണ്. അങ്ങനെ ഒരു വളരെ സവിശേഷപ്പെട്ട ഒരു അതിഥിയാണ് നമ്മുടെ കൂടെയുള്ള സ്വാതി ബാലചന്ദ്രൻ. സ്വാതി കൃഷ്ണ ഭഗവാന്റെ ആ ലീലാവിലാസങ്ങൾ നടന്ന ഭൂമികയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഇന്ത്യ ലൈവിനൊപ്പം തുടരുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ചാനലിലേക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിയാൽ നമ്മുടെ ചാനലിലെ ഈ വിശേഷങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. നമ്മുടെ പ്രേക്ഷകരുമായി ഈ അനുഭവങ്ങൾ, കൈലാസ അനുഭവങ്ങൾ പങ്കുവച്ച സ്വാതിക്ക് എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഞാൻ നന്ദി പറയുന്നു. നന്ദി പറഞ്ഞു സ്വാതിയെ വിടുകയല്ല, ഞാൻ സ്വാതിയെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ കഥകളാണ്. കഥകളല്ല, ഭഗവാന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോയതിൻ്റെ അനുഭവങ്ങൾ സ്വാതി അടുത്ത എപ്പിസോഡ് മുതൽ നിങ്ങളോട് പറയും.